കോഴിക്കോട് വോട്ടർ പട്ടിക ചോർന്നുവെന്ന പരാതിയിൽ റിപ്പോർട്ട് തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. നാദാപുരം, ചാത്തമംഗലം, തിരുവള്ളൂർ പഞ്ചായത്തുകളിലാണ് പരാതി ഉയർന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടുതൽ വിശദാംശങ്ങൾ നൽകും. പ്രസാദ്, ഈ റിപ്പോർട്ട് എപ്പോഴേക്കും സമർപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാഞ്ഞിരിക്കുന്നത്? സംഗീത, വളരെ വേഗത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഇത് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ 3 പഞ്ചായത്തുകളിൽ നാദാപുരം, ചാത്തമംഗലം, തിരുവള്ളൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വോട്ടർ പട്ടികയുടെ കരട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ഇതിന് ആരോപണമായി ഉയർന്നത് അവിടുത്തെ CPM പ്രാദേശിക നേതാക്കളാണ് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെ സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ സ്വാധീനിച്ചുകൊണ്ട് ഈ വോട്ടർ പട്ടിക ചോർത്തി എന്നുള്ള ആരോപണം വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിലെ ജനപ്രതിനിധികളുടെ സംഘടനയായിട്ടുള്ള ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പരാതിയിൽ പറയുന്നത് സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇതിന്റെ കരട് രൂപം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ CPM പ്രവർത്തകർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിക്കും. അത് മറ്റുള്ളവരുടെ കൂടി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുള്ളത് ഇത്തരത്തിൽ നേരത്തെ തന്നെ പൊതുജന മധ്യത്തിലുള്ള പട്ടിക തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അല്ലാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കരട് പട്ടികയല്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിശദീകരണവും വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം തന്നെയാണ് ഈ 3 പഞ്ചായത്തുകളിലും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചാത്തമംഗലത്ത് UDFന്റെ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ അടിയന്തരമായി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.